പ്രൈസ് ദി ലോർഡ്. കർത്താവിൻ്റെ ധന്യ തിരുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഞാൻ ക്രിസ്തുവിൽ സ്നേഹിക്കുന്ന എല്ലാ ദൈവമക്കൾക്കും 9-ാം മാസത്തിൻ്റെ 19-ാമത്തെ പ്രഭാത വന്ദനം കൂടെ അറിയിക്കുന്നു. നിങ്ങളെല്ലാവരും ക്ഷേമത്തോടുകൂടെ, സന്തോഷത്തോടുകൂടെ, സമാധാനത്തോടുകൂടെയാണെന്ന് കർത്താവിൽ ഈ പ്രഭാതം ഞാൻ വിശ്വസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ലോകമെമ്പാടുമായിരുന്നു കൊണ്ട് ഈ വചന സന്ദേശത്തിൽ പങ്കാളികളാകുന്ന എല്ലാ ദൈവകുഞ്ഞുങ്ങൾക്കും എൻ്റെ ഹൃദയത്തിൻ്റെ ആഴമേറിയ സ്നേഹത്തെയും വന്ദനത്തെയും നന്ദിയും അറിയിക്കുന്നു. പ്രാർത്ഥനയോടുകൂടെ ഈ പ്രഭാതവും ദൈവസന്നിധിയിൽ നമുക്ക് അടുത്തു ചെല്ലാം. ഇന്ന് ഒരു ചിന്തയുമായി ഞാൻ നിങ്ങളുടെ അരികിൽ വരികയാണ്. ആഗ്രഹിക്കുന്ന കളിപ്പാട്ടത്തിന് വേണ്ടി വാശിയോടെ കരയുന്ന കുഞ്ഞ് അത് ലഭിച്ചു കഴിയുമ്പോൾ കരഞ്ഞ സാഹചര്യങ്ങൾ മറന്ന് ലഭിച്ച കളിപ്പാട്ടവുമായി സന്തോഷിക്കുന്നത് പോലെയാണ് ഇന്ന് അനേകരുടെ ആത്മീയ ജീവിതവും. ഒരു കാലഘട്ടത്തിൽ നല്ല വസ്ത്രമില്ലാതെ, ആഹാരമില്ലാതെ, വീടില്ലാതെ, വാഹനമില്ലാതെ, കടഭാരങ്ങളുടെ നടുവിൽ കരഞ്ഞു നടന്ന പലരുടെയും സ്ഥിതിക്ക് ദൈവം ഭേദം വരുത്തിയപ്പോൾ ജീവിതത്തിൽ നന്മ ചെയ്ത ദൈവത്തെ അന്വേഷിക്കുവാൻ മനസ്സില്ലാതെ വഷളന്മാരായി മ്ലേച്ഛമായ നീതികേട് പ്രവർത്തിക്കുന്നു അനേകരും. വിശുദ്ധ ആരാധനയില്ല, ഉപവാസവും പ്രാർത്ഥനയും ഇല്ല, ദൈവസഭയുമായി ദൈവമക്കളുമായി യാതൊരു ബന്ധവുമില്ല. ദൈവമില്ല എന്ന് പറയുന്ന മൂഢന്മാരെ പോലെ നാൾക്കുനാൾ മനുഷ്യർ ദൈവസന്നിധിയിൽ നിന്നും പിൻവാങ്ങിക്കൊണ്ടിരിക്കുന്നു. മനുഷ്യനും ദൈവത്തിനും കൊള്ളരുതാത്തവരായി തീർന്നു അനേകർ. നന്മ ചെയ്യുന്നതുമില്ല ഈ കൂട്ടർക്ക്, എത്ര കിട്ടിയാലും തികയുന്നുമില്ല. ആഴ്ചയിൽ 7 ദിവസവും ജോലി ചെയ്തിട്ടും ഇവരുടെ കഷ്ടപ്പാട് മാറുന്നില്ല, കടഭാരം മാറുന്നില്ല, ആഗ്രഹിച്ച ഉയർച്ചയിൽ എത്തുവാനും കഴിയുന്നില്ല. യേശു ഉള്ളിൽ വസിക്കുമ്പോഴാണ് ഒരുവന്റെ സ്ഥിതി മെച്ചപ്പെടുവാൻ കാരണമാകുന്നത്. അതുപോലെ ദുരാത്മാവ് ഒരുവനിൽ വസിക്കുമ്പോൾ അവൻ്റെ അവസ്ഥ വളരെ വഷളായിത്തീരും. അതുപോലെ ഒരിക്കൽ ക്രിസ്തു ഉള്ളിൽ വാസം ചെയ്യുകയും ജീവിതത്തിൻ്റെ സ്ഥിതിക്ക് ഭേദം വരികയും ചെയ്തവർ ലോക ഇമ്പങ്ങളിൽ കുടുങ്ങി പാപത്തിൽ വീഴുകയും അതിൽ തുടരുകയും ചെയ്താൽ ക്രിസ്തു ആ വ്യക്തിയെ വിട്ട് പോകുകയും അവൻ ഒടുവിലത്തെ സ്ഥിതി ഏറ്റവും പരിതാപകരമായി തീരുകയും ചെയ്യും. വചനം നിരസിച്ചും ആരാധന മുടക്കിയും ജീവിക്കുന്നവർ ദൈവത്തെ മറന്ന് എന്തു ചെയ്താലും അതിൽ അവർക്ക് സന്തോഷിക്കാൻ ഒരിക്കലും കഴിയുകയില്ല. പ്രിയ ദൈവവൈതലേ, വില കൊടുത്ത് ദൈവത്തെ ആരാധിച്ചാൽ ലോകത്തിൽ നിന്നെ വിലയേറിയവനാക്കി ദൈവം മാറ്റും. ദൈവത്തെക്കാൾ ഈ ഭൂമിയിൽ നീ എന്തിനെ സ്നേഹിക്കുന്നുവോ അത് നിനക്ക് ശാപമായി തീരും. മക്കൾ, ജോലി, പൈസ, വീട്, ആരോഗ്യം, സ്ഥാനമാനങ്ങൾ, സൗന്ദര്യം, കുടുംബം, ഇങ്ങനെ പോകുന്നു. ദൈവത്തെക്കാൾ നീ എന്തിനെയെല്ലാം സ്നേഹിക്കുന്നു അത് നിനക്ക് ശാപവും ഭാരവുമായി തീരും. ഇതെല്ലാം ഇവിടെ നശിച്ചു പോവുകയും ചെയ്യും. ദൈവമില്ല എന്ന് മൂഢൻ തൻ്റെ ഹൃദയത്തിൽ പറയുന്നത് പോലെ ഇന്ന് ആരാധനയ്ക്ക് പോയില്ലെങ്കിലും കുഴപ്പമില്ല. എൻ്റെ അവസ്ഥകൾ ദൈവം അറിയുന്നു. ദശാംശം കൊടുക്കേണ്ട പൈസ നാളെ കടം തീർക്കാം, കുഞ്ഞുങ്ങളുടെ ആവശ്യങ്ങൾക്കായി കരുതി വെക്കാം. അങ്ങനെ പോകുന്നു മൂഢൻ്റെ ചിന്തകൾ. ദൈവത്തെ അവർ അന്വേഷിക്കുന്നില്ല. പകരം ലോകത്തിൽ നിന്നും എന്ത് നേടാമെന്ന് ചിന്തിച്ച് വഷളന്മാരായി, പിന്മാറ്റക്കാരായി തീരുന്നു. പ്രിയ ദൈവവൈതലേ, ദൈവത്തെ അന്വേഷിക്കുന്ന ബുദ്ധിമാന്മാരുണ്ടോ എന്ന് കാണുവാൻ ദൈവം സ്വർഗത്തിൽ നിന്നും ഭൂമിയിലേക്ക് നോക്കുമ്പോൾ ഈ പ്രഭാതം നമ്മെയും ബുദ്ധിമാന്മാരുടെ പട്ടികയിൽ കാണേണ്ടതിനായും മൂഢനെ പോലെ ചിന്തിക്കാതെ ചിട്ടയായി വളരുന്ന തലമുറകളായി വർദ്ധിച്ചു വളരുന്ന സഭയും സഭാജനങ്ങളുമായി
പ്രമാണം ലംഘിക്കാതെ ആമേ കലഹം ഉണ്ടാക്കാതെ നിത്യം സത്യത്തിൽ ആമേ സന്തോഷിച്ച് നമ്മുടെ സ്ഥിതി മാറ്റുന്ന ദൈവത്തിന് നമുക്ക് ഈ പ്രഭാതം സ്തോത്രം ചെയ്യാം. നമ്മുടെ കണ്ണുകളെ ദൈവസന്നിധിയിലടയ്ക്കാം. മൂഢൻ ആമേ ദൈവത്തെ ആരാധിക്കാതിരിക്കുമ്പോൾ, നിഹളികൾ ദൈവത്തെ ആരാധിക്കാതിരിക്കുമ്പോൾ ഈ പ്രഭാതം ആമേ സത്യ നമസ്കാരികളായും ദൈവത്തെ മുറുകെ പറ്റിക്കൊണ്ട് നിഷ്കളങ്കനും നീതിമാനും ആമേ സ്തോത്രം ദൈവഭക്തനുമായിരുന്ന യോബിനെ പോലെ നമുക്കും ദൈവസന്നിധിയിൽ നമ്മെ ഏൽപ്പിച്ചു കൊടുക്കാം. കണ്ണുകളെ അടയ്ക്കാം, പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവേ, സ്നേഹവാനായ ഞങ്ങളുടെ നല്ല ദൈവമേ, അനുഗ്രഹവും പ്രശാന്തവുമായ നല്ല പ്രഭാതത്തിനായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. നല്ല ചിന്തകൾക്കായി സ്തോത്രം കർത്താവേ. ഞങ്ങൾ മൂഢന്മാരെ പോലെ ഈ ലോകമോഹങ്ങളിൽ വീണുപോകാതെ നശിച്ചു പോകാതെ സ്വർഗീയ സന്തോഷത്തിൽ പൗലോസിനെ പോലെ എണ്ണുവാൻ തക്കവണ്ണം കർത്താവേ ആമേൻ ഇവിടെയുള്ളതെല്ലാം ചപ്പെന്നും ചവറെന്നും എണ്ണി ഞങ്ങളും ദൈവമുഖം നോക്കി ആമേൻ പ്രത്യാശയോടുകൂടെ നിലനിൽപ്പാൻ പരിശുദ്ധാത്മാവ് സഹായിക്കണം. ഈ പ്രഭാതം ഈ ശബ്ദം ശ്രമിക്കുന്ന എല്ലാ ദൈവകുഞ്ഞുങ്ങളെയും ദൈവകരങ്ങളിൽ ഏൽപ്പിച്ചു അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ആത്മീയ ഭൗതിക നന്മകൾ നൽകി മാനിക്കണം, ആദരിക്കണം, അനുഗ്രഹിക്കണം. എല്ലാവിധമായ നന്മകളാൽ നിറയ്ക്കണം. മകച്ചമങ്ങെടുക്കണം. യേശുവിൻ്റെ നാമത്തിൽ കൃപയോടെ പ്രാർത്ഥന കേൾക്കണമേ. സ്വർഗീയ നല്ല പിതാവേ, ആമേൻ, ആമേൻ. താങ്ക് യു. ഗോഡ് ബ്ലെസ് യു. ദൈവം ഈ പ്രഭാതം എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. താങ്ക് യു.